സുന്ദരീസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ആമസോണിൽ നിന്നുള്ള കുറച്ച് ട്രാവൽ എസെൻഷ്യൽസ് എന്നുള്ള രീതിയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ പേർക്ക് നല്ല ഹെൽപ്ഫുൾ ആയി എന്ന് പറഞ്ഞു, കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ കയ്യിൽ ഞാൻ ഓൾറെഡി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കുറച്ച് ഹെൽപ്ഫുൾ ആയിട്ടുള്ള, ഇതിനിപ്പോൾ പ്രത്യേകിച്ച് എന്താ പേര് പറയണമെന്ന് എനിക്കറിയില്ല, കാരണം ഇതൊരു ഓർഗനൈസറായിട്ട് പറയാൻ പറ്റില്ല. കാരണം അങ്ങനെ ഇതിന് പേര് പറയാൻ കിട്ടുന്നില്ലല്ലോ. കുറച്ച് ലൊട്ടിലൊടുക്ക് സംഗതികൾ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇതെനിക്ക് നല്ല ഹെൽപ്ഫുള്ളാണ്. നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങളും കുറച്ചും കൂടി നന്നായിട്ട് സൂക്ഷിക്കാൻ പറ്റുന്ന രീതിയിലുള്ളതാണ് കേട്ടോ. ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നമ്മുടെ ചാർജർ ഉണ്ടല്ലോ, അത് പലപ്പോഴും എന്താണെന്ന് വെച്ചാൽ ഈ ഫോണിൻ്റെ ചാർജർ ഈ ഭാഗത്തായിട്ടൊക്കെ പൊട്ടാൻ ചാൻസ് ഉണ്ട് അല്ലേ. ഇത് മാത്രമല്ല നമ്മുടെ ലാപ്ടോപ്പ് ചാർജേഴ്സിൻ്റെയൊക്കെ അതെ. അപ്പോൾ നമുക്ക് ആമസോണിൽ നിന്ന് ഇതേപോലത്തെ ഇങ്ങനത്തെ സ്പ്രിങ് വയറായിട്ടുള്ളത് മേടിക്കാൻ കിട്ടും കേട്ടോ. ഇത് സെറ്റായിട്ട് വേണമെങ്കിൽ ഈ ചാർജറിൻ്റെ കവറും ഇവിടെ ഇടാൻ പറ്റുന്ന ഒരു സാധനമായിട്ടാണ് നമുക്ക് മേടിക്കാൻ പറ്റുന്നത്. 2 എണ്ണം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചാർജറിൻ്റെ പ്രൊട്ടക്റ്റർ ഇല്ലേ, ആ രീതിയിലാണ് പറയണത്. അപ്പോൾ ഇത് ഞാൻ iPhone 12 ആണ് മേടിച്ചിട്ടുള്ളത്. അപ്പോൾ കറക്റ്റാണ് കേട്ടോ, ഈ വയറിന് പക്കയായിട്ടാണുള്ളത്. 190 രൂപ ആ ഒരു റേഞ്ചിലാണ് കേട്ടോ ഉള്ളത്. അതല്ല ഈ വയർ തന്നെയായിട്ട് മേടിക്കണമെങ്കിൽ അങ്ങനെയും മേടിക്കാം. അപ്പോൾ ഞാൻ iPhone 15 എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വയറിന് വേണ്ടിയിട്ടുള്ളത് തന്നെയാണ് മേടിച്ചത്. കാരണം ഇതിന് നല്ല നീളമുണ്ട്. അപ്പോൾ നമ്മൾ സെറ്റായിട്ടുള്ളത്, അതായത് ഈ ചാർജർ കേസിൻ്റെ ഒപ്പം വരുന്നത് നോക്കുകയാണെങ്കിൽ ഇത് തികയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്താ ചെയ്തത് വെച്ചാൽ ഇങ്ങനത്തെ 2 എണ്ണം മേടിച്ചു, ഈ വയർ മാത്രമായിട്ടുള്ളത്. അങ്ങനെയാകുമ്പോൾ 120 രൂപയാണ്. ഇതിങ്ങനെ ചുറ്റിയിടാൻ കുറച്ച് സമയം എടുക്കും കേട്ടോ, പക്ഷെ നല്ല സാറ്റിസ്ഫൈങ്. അങ്ങനെ ഇരുന്ന് നമ്മളെന്തെങ്കിലും സിനിമയോ സീരീസോ TV അങ്ങനെ കാണുന്ന സമയത്ത് ഇങ്ങനെ ചുറ്റി ഇട്ടാൽ മതി. അപ്പോൾ ഇതിട്ട് കഴിഞ്ഞാൽ എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചാർജറിൻ്റെ ഈ ഭാഗത്തായിട്ട് പൊട്ടി പോണതുണ്ടല്ലോ, അത് ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. നല്ല പ്രൊട്ടക്റ്റഡ് ആയിട്ട് ഇരിക്കും. ഇപ്പോൾ എൻ്റെ iPhone 12 എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു 3-4 വർഷമായില്ലേ മേടിച്ചിട്ട്. അതുകൊണ്ട് ചാർജറിൻ്റെ ഈ ഭാഗത്ത് ചെറുതായിട്ട് പൊട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ സെല്ലോ ടേപ്പ് ഒട്ടിച്ചിരുന്നത്. അപ്പോൾ അതിൻ്റെ മീതെ കൂടെ ഇതിട്ടപ്പോൾ കറക്റ്റായി. പിന്നെ എനിക്ക് ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ചാർജറിൻ്റെ എക്സ്ട്രാ വരുന്ന ഈ ഒരു സാധനം, ഇത് വെക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് ഫീൽ ചെയ്തു. ഇതില്ലെങ്കിലും കുഴപ്പമില്ല. ഞാൻ പറയുകയാണെങ്കിൽ ഈ ചാർജർ കേസില്ലേ, ഇത് മേടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഈ ഒരു വയർ മാത്രം മേടിച്ചിട്ട്, അതായത് 120 രൂപയുടെ വയർ മാത്രമായിട്ട് മേടിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്കിത് പൊട്ടാണ്ടിരിക്കാനായിട്ട് ഹെൽപ്ഫുള്ളാണ് കേട്ടോ. 15 അതിന് ചുറ്റും ഇടാൻ വേണ്ടിയിട്ടാണെങ്കിൽ. പിന്നെ 15 ആകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ 15ൻ്റെ ചാർജർ വയർ അങ്ങനെ പൊട്ടാനുള്ള ചാൻസസ് ഇല്ല. അങ്ങനത്തെ ഒരു മെറ്റീരിയൽ ഉള്ളതാണ്. അപ്പോൾ അതിനത്ര ആവശ്യമില്ല. പക്ഷേ നല്ലൊരു ഭംഗിക്ക് ഇരിക്കട്ടെ വിചാരിച്ച് ഞാൻ മേടിച്ചതാണ്. അപ്പോൾ 2 എണ്ണം മേടിച്ചിടേണ്ടി വരും. അത് ലെങ്ത്തിനനുസരിച്ചിട്ടാണ്. യൂഷ്വലി ഇങ്ങനത്തെ വയർ വരുന്നത് 1.5 മീറ്ററാണ്. 1.5 മീറ്റർ എന്ന് പറയുമ്പോൾ സാധാരണ ചാർജറിൽ ഓക്കെയാണ്. പക്ഷെ നല്ല നീളമുള്ള ചാർജർ വയറൊക്കെ ആണെങ്കിൽ നമുക്ക് 2 എണ്ണം മേടിച്ചിടേണ്ടി വരും കേട്ടോ. നല്ല ഹെൽപ്ഫുള്ളാണ്, അടിപൊളിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ ഞാൻ എൻ്റെ ആൻഡ്രോയിഡ് ഫോണിലും ഇട്ടിട്ടുണ്ട് കേട്ടോ. ഈ ഫോണാണ് ഇപ്പോൾ നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഓർമ്മയുണ്ട്, എനിക്ക് ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ പോലും എനിക്ക് ഫോണില്ലായിരുന്നു കേട്ടോ. ഇപ്പോൾ നോക്കുമ്പോഴാണ് 3 ഫോൺ. ഒരു ആൻഡ്രോയിഡ് ഫോൺ, നമ്മൾ ബിസിനസ്സിന് വേണ്ടി യൂസ് ചെയ്യുന്ന iPhone ഒരെണ്ണം, അല്ലാണ്ട് ഒരു iPhone ഒരെണ്ണം. പക്ഷെ നമ്മൾ മേടിച്ചാൽ പിന്നെ കുറേ കാലം യൂസ് ചെയ്യാന്നുള്ളതാണല്ലോ. ആരെങ്കിലും iPhone 16 മേടിച്ചിരുന്നോ? അങ്ങനെ മേടിച്ചിട്ടുണ്ടെങ്കിൽ എന്താ അഭിപ്രായം എന്നുള്ളത് പറയൂ കേട്ടോ. എനിക്കതിനെ മേടിക്കാൻ അങ്ങനെ ആവശ്യമുണ്ടോ ചോദിച്ചാൽ, നമ്മുടെ ഇങ്ങനെ ടെക്നോളജി പുതിയത് വരുമ്പോൾ അതിനനുസരിച്ച് നമ്മളും ഓരോന്നൊക്കെ മേടിച്ച് ട്രൈ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കണ്ടൻറ്റിന് നല്ലതാണ്. എന്ന് വെച്ചാൽ കുറേ കൂടി ക്വാളിറ്റിയുള്ള കണ്ടൻറ്റ് ഇറക്കാമല്ലോ. പക്ഷേ എനിക്ക് 15-ഉം 16-ഉം തമ്മിൽ വലിയ വ്യത്യാസം തോന്നിയില്ല കേട്ടോ. പക്ഷെ പൈസയ്ക്കാണെങ്കിൽ നല്ല വ്യത്യാസം ഉണ്ട് താനും. ഇതിനെന്തായാലും ഇനി നമ്മൾ കൊടുക്കുമ്പോൾ 15 കൊടുത്തു കഴിഞ്ഞാൽ സെക്കൻഡ് ഹാൻഡ് ആയിട്ട് തന്നെയാണ്. അതിൽ നല്ല പൈസ കുറയുമല്ലോ. അപ്പോൾ പിന്നെ എന്തായാലും നമ്മുടെ ആവശ്യം നന്നായിട്ട് നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ മാറ്റം ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ ഞാൻ പറയാം, എല്ലാ ഫോണിൻ്റെ ചാർജേഴ്സിലും ഞാൻ ഈ വയർ മേടിച്ചിട്ടു കേട്ടോ. പിന്നെ ഒരു കാര്യം എന്താ വെച്ചാൽ, ഇൻ കേസ് നമുക്ക് അത്ര സ്പെൻഡ് ചെയ്യാൻ താല്പര്യമില്ല, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ സ്പ്രിങ് കണ്ടോ, ഇങ്ങനത്തത് കിട്ടും കേട്ടോ. ഇങ്ങനത്തെ ആകുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ അറ്റത്ത് മാത്രമായിട്ട് ഇടാം. ഈ അറ്റത്തല്ലേ കൂടുതലും ചാർജേഴ്സ് പൊട്ടുക, അങ്ങനെ വളഞ്ഞിട്ട് ഈ ചാർജറിൻ്റെ വയറിൻ്റെ ഈ ഭാഗത്തായിട്ട്. അപ്പോൾ ഇവിടെ മാത്രം ഇടാവുന്നതാണ്. അപ്പോൾ ഞാനിതൊരു സെറ്റായിട്ട് മേടിച്ചു. എനിക്ക് തോന്നുന്നു 150 ആ ഒരു റേറ്റിൽ കുറച്ചധികം കിട്ടും. എന്നിട്ട് ഞാനത് അമ്മയുടെയും എൻ്റെ അനിയൻ്റെയും അങ്ങനെ പിന്നെ ഇപ്പോൾ ഏട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. ഞാനത് കാണിക്കാൻ മറന്നു. ഞാൻ ഏട്ടനും കൂടി വേണ്ടിയിട്ടാണ് ഞാനത് മേടിക്കേണ്ടായത്. അപ്പോൾ ഇത് 2 സൈഡിൽ മാത്രമായിട്ട് ഇടുകയാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. നമുക്കത് പൊട്ടാണ്ടിരിക്കാനായിട്ട്, അല്ലെങ്കിൽ പൊട്ടിയിട്ടുണ്ടെങ്കിൽ അത് കൂടുതൽ പൊട്ടാണ്ടിരിക്കാനായിട്ട് ഇത് നല്ല ഹെൽപ്ഫുള്ളാണ്. അടുത്തത് ലാപ്ടോപ്പ് കവറാണ്. ഇത്
കവറായിട്ട് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. എപ്പോഴും ഞാൻ ബാക്ക് പാക്കിൽ ഇട്ടിട്ടാണ് കൊണ്ടുപോകുക. പിന്നെ എനിക്ക് ഒരു ടെൻഷൻ, ആ ഒരു പ്രൊട്ടക്ഷൻ മാത്രം പോരാന്നുള്ള രീതിയിൽ ചിലപ്പോൾ ഹാൻഡ് ബാഗിൽ ഇട്ടിട്ട് കൊണ്ടുപോകേണ്ടി വരാറുണ്ട്, നമ്മുടെ ടൂത്ത് ബാഗില്ലേ. അങ്ങനെയാകുമ്പോൾ ഇത് പറ്റരുതല്ലോ എന്നുള്ള രീതിയിൽ ഞാൻ മേടിച്ചതാണ്. ലാപ്ടോപ്പൊക്കെ നമ്മൾ നന്നായിട്ട് സൂക്ഷിക്കണം കേട്ടോ. കാരണം നമുക്ക് ഒരു തവണ മേടിച്ചാൽ കുറേ വർഷങ്ങൾ ഉപയോഗിക്കാം. ഞാൻ മാക്ബുക്ക് എയർ മേടിച്ചിട്ട് 6-7 വർഷമായി. ഇപ്പോഴും ഞാനത് നോക്കുമ്പോൾ ഇതിനൊരു കുഴപ്പവും പറ്റിയില്ല കേട്ടോ. അതേസമയം മാക്ബുക്ക് പ്രോ മേടിച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഒരു തവണ കേട് വന്നിട്ട് ആകെ മൊത്തം അബദ്ധമായി എന്നുള്ളത്. പക്ഷേ അതിന് ശേഷം ഞാൻ മേടിച്ചതാണ്. ഇതുവരെയും കുഴപ്പമൊന്നുമില്ല. ടച്ച് വുഡ് അങ്ങനെ തന്നെ ഇരിക്കട്ടെ, ഒരു കുഴപ്പമില്ലാണ്ട്. ഇനി ഞാൻ കുറച്ച് സ്റ്റിക്കേഴ്സൊക്കെ ഒട്ടിച്ച് ഇത്തിരി അലമ്പാക്കിയിട്ടുണ്ട്, അത് മൈൻഡ് ചെയ്യേണ്ട കേട്ടോ. അപ്പോൾ അതിൻ്റെ കവറാണ്. ഇതാകുമ്പോൾ എന്താ വെച്ചാൽ നല്ല പ്രൊട്ടക്ഷൻ ഉണ്ടാവും. വേറെ ഏതെങ്കിലും സാധനങ്ങൾ തട്ടോ മുട്ടോ ഒന്നും ചെയ്ത് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ടാവില്ല. നല്ല കവറാണ് കേട്ടോ. നല്ല കുഷനിങ് ഉണ്ട്. ഇതിൻ്റെ ഉള്ളിൽ നല്ല ഫെൽറ്റിൻ്റെ മെറ്റീരിയലാണ്. ഇപ്പോൾ കോളേജിൽ പോകുന്ന കുട്ടികളാണ്, അതുപോലെ തന്നെ ഓഫീസിൽ പോകുന്നവരാണ്, അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മുടെ ലാപ്ടോപ്പ് കൊണ്ടുപോകുമ്പോൾ സൂക്ഷിച്ച് കൊണ്ടുപോകണം എന്നാണെങ്കിൽ ഇതേപോലെ ലാപ്ടോപ്പ് കവർ മേടിച്ചാൽ നല്ലതാണ്. ഇതാകുമ്പോൾ നമുക്ക് അങ്ങനെ ബാഗിൽ, നമ്മുടെ ഹാൻഡ് ബാഗിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കുഴപ്പമില്ല കേട്ടോ. കറക്റ്റ് ഫിറ്റാണ്. അപ്പോൾ നമ്മുടെ ലാപ്ടോപ്പ് ഏതാണോ അത് നോക്കി അതിൻ്റെ മെഷർമെൻറ്റിന് അനുസരിച്ചിട്ട് നമുക്ക് കിട്ടണതാണ്. അത് അടിച്ചു കൊടുത്താൽ മതി. പിന്നെ ഒരു ഗുണം എന്താ വെച്ചാൽ ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്നൊരു പൗച്ച് ഉണ്ട്. അപ്പോൾ നമ്മുടെ ചാർജർ ഇതിൽ വെക്കാവുന്നതാണ്. ചാർജറിൻ്റെ അതെ, ഇപ്പോൾ നമ്മുടെ ആപ്പിളിൻ്റെ ചാർജർ ആണെങ്കിൽ, ആപ്പിളിൻ്റെ ലാപ്ടോപ്പ് മാക്ബുക്ക് പ്രോ ഒക്കെ ആണെങ്കിൽ അതിൻ്റെ ചാർജറിന് പറ്റിയിട്ടുള്ള കവറാണ് കേട്ടോ. സിലിക്കൺ കവറാണ്. അപ്പോൾ അതും നല്ലൊരു പ്രൊട്ടക്ഷനാണ്. വീണാലും ഒക്കെ കുറച്ചൊരു പ്രൊട്ടക്ഷൻ ഉണ്ട്. പിന്നെ അങ്ങനെ അഴുക്കൊന്നും ആവാണ്ടിരിക്കാനായിട്ട് നല്ലതാണ് കേട്ടോ. ഇതിൻ്റെ സൈഡിൽ ഞാനിങ്ങനെ പൊട്ടാണ്ടിരിക്കാനുള്ള സാധനം ഇട്ടിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെയൊക്കെ വയർ എങ്ങനെയാ വെച്ചാൽ അങ്ങനെ പൊട്ടിപ്പോണ ടൈപ്പുള്ള വയറല്ല. എന്നാലും പിന്നെ ഒരു സേഫ്റ്റിക്ക് ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ നല്ലതാണ് കേട്ടോ. നമുക്കിതിങ്ങനെ ചുറ്റി മടക്കിയിട്ട് ഇതിൻ്റെ ഫ്രണ്ടിലൊരു കള്ളി ഉണ്ടല്ലോ, ഇതിലിട്ട് വെക്കാവുന്നതാണ്. അതേപോലെ ലാപ്ടോപ്പിന് മൗസ് ഉണ്ടെങ്കിൽ, എനിക്ക് മൗസിലാണ് ലാപ്ടോപ്പ് യൂസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കുറേ പേര് ഈ ലാപ്ടോപ്പിൻ്റെ ആ പാഡിൽ തന്നെ ഇട്ടിട്ട് ചെയ്യുമല്ലോ. എനിക്കത് പക്ഷേ ഭയങ്കര കഴുത്ത് വേണയും അതുപോലെ തന്നെ കൈയൊക്കെ വേദനിക്കും. അപ്പോൾ ഞാൻ മൗസ് തന്നെ യൂസ് ചെയ്യാം. അപ്പോൾ ഇതും ഇതിൽ വെച്ച് കഴിഞ്ഞാൽ സെറ്റാണ്. കുറച്ചിങ്ങനെ വീർത്തിരിക്കും, കുഴപ്പമില്ല. എന്നാലും നല്ല പ്രൊട്ടക്റ്റഡ് ആയിട്ട് തന്നെ ഇരിക്കും കേട്ടോ. ഇത് നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. നമ്മുടെ ലാപ്ടോപ്പ് എപ്പോഴും നല്ല സേഫ് ആൻഡ് സെക്യൂർ ആയിട്ട് വീട്ടിലാണെങ്കിലും ഇങ്ങനെ ഒരു കവറിൽ വെച്ച് കഴിഞ്ഞാൽ നല്ലതാണ്. എനിക്ക് മുന്നേ ഇങ്ങനെ ഇത്രയധികം സാധനങ്ങൾ മേടിക്കുന്ന ഒരു സ്വഭാവം ഇല്ലായിരുന്നു. എന്തെങ്കിലും മേടിച്ചാൽ അങ്ങനെ വെക്കും. പക്ഷെ ഞാൻ ഏട്ടനെ കണ്ടാണ് ഇത് പഠിച്ചത്. ആൾ എന്തെങ്കിലും ഒരു സാധനം മേടിച്ചു കഴിഞ്ഞാൽ അതിനെ സൂക്ഷിച്ച് വെക്കാനുള്ള എല്ലാ തരത്തിലുള്ള സാധനം മേടിക്കും. എന്നിട്ട് അത് കുറേ കാലം ഉപയോഗിക്കും കേട്ടോ. പിന്നെ നാശാക്കില്ല എന്നുള്ളത് മാത്രമല്ല, നാശമായാലും അതിനെ നന്നാക്കി നല്ലപോലെ പൊന്നുപോലെ കൊണ്ട് നടക്കും. അപ്പോൾ എനിക്കതൊരു നല്ല സ്വഭാവമായിട്ട് തോന്നിയിട്ട് ഞാനിപ്പോൾ ഇങ്ങനെ ശ്രമിക്കുന്നുണ്ട്, അത്രയേ ഉള്ളൂ കേട്ടോ. ഇനി കുറച്ചിങ്ങനെ കോണ്ടന്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നവരാണ്, അതിൻ്റെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ അവർക്ക് പറ്റിയിട്ടുള്ള 1-2 ഐറ്റംസ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഒന്ന് ഈ ലൈറ്റാണ്. കുറേ നാളായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ലൈറ്റാണ്. ഇത് അത്യാവശ്യം വെളിച്ചമുണ്ട് കേട്ടോ. ഞാൻ മലേഷ്യയിലേക്കൊക്കെ പോയ സമയത്തും അങ്ങനെയല്ല, പൊതുവെ ട്രാവലിങ് അങ്ങനെ പോവുകയും അവിടെ പോയപ്പോഴാണ് ഞാൻ കുറേ ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ വെളിച്ചത്തിന് വേണ്ടിയിട്ട് രാത്രി സമയത്തൊക്കെ ഇങ്ങനെ നമ്മൾ വ്ളോഗ് ചെയ്യണ സമയത്ത് ഇത് വെച്ചാൽ നല്ലതാണ്. ഇതിലെനിക്ക് ഒരു അബദ്ധം പറ്റിയതെന്ന് വെച്ചാൽ, ഇത് കുറേ വർഷങ്ങൾക്ക് മുമ്പ് മേടിച്ച കാരണം ഇതിൻ്റെ കൂടെ ഇങ്ങനെ ഒരു ക്ലിപ്പ് പോലത്തെ സാധനം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ അതടക്കമാണ് സെല്ല് ചെയ്യുന്നത്. അപ്പോൾ 1500 രൂപയൊക്കെയാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മൾ നല്ലൊരു ബ്രാൻഡിൻ്റെ മേടിക്കുകയാണെങ്കിൽ വർഷങ്ങളോളം നിൽക്കും കേട്ടോ. ഇതൊക്കെ നമ്മൾ സൂക്ഷിച്ചെടുത്ത് വെച്ചാൽ കുറേ കാലം നിൽക്കണതാണ്. ഇപ്പോൾ ഒരു 1500 രൂപയുടെ ഇങ്ങനത്തെ ലൈറ്റ് മേടിക്കുകയാണെങ്കിൽ ഇതിലും കുറവുള്ളത് കിട്ടും കേട്ടോ. പക്ഷെ അത് എത്ര നാൾ നിൽക്കുമെന്ന് എനിക്കറിയില്ല. ഞാനെപ്പോഴും ഇങ്ങനത്തെ സാധനങ്ങൾ മേടിക്കുമ്പോൾ കുറച്ച് വില കൂടിയാലും കുറേ നാൾ നമുക്ക് നിൽക്കുന്ന പാകത്തിനുള്ളതാണ് മേടിക്കാറുള്ളത്. അപ്പോൾ 1500 രൂപയുടെ മേടിച്ചത്. ഇതിപ്പോൾ മേടിച്ചിട്ട് 3-4 വർഷമായി. അത്യാവശ്യം നല്ല വെളിച്ചമുണ്ട്. നമുക്ക് ഈ വെളിച്ചം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ. ഇൻറ്റൻസിറ്റി കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. പിന്നെ USB ചാർജറാണ്. ചാർജ് അത്യാവശ്യം നിൽക്കുകയും ചെയ്യും കേട്ടോ. അടുത്തത് ഒരു കുട്ടി ട്രൈപോഡാണ്. ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ടേബിളിൻ്റെ സൈഡിലൊക്കെ വെക്കാൻ, അല്ലെങ്കിൽ ഇപ്പോൾ ഫ്ലൈറ്റിലൊക്കെ പോകുമ്പോൾ അതിൻ്റെ ആ ഒരു ഓപ്പണിംഗ് ഭാഗമില്ലേ, നമ്മൾ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓപ്പൺ ആക്കുന്ന ഭാഗം, അവിടെ വെക്കാൻ, അല്ലെങ്കിൽ അതിന് മീതെ വെക്കാൻ, അങ്ങനെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഫോണില്ലേ ഇതിലിങ്ങനെ ഫിക്സ് ചെയ്യാം. 2 തരത്തിൽ ഫിക്സ് ചെയ്യാം കേട്ടോ. വേർട്ടിക്കലിയും ഫിക്സ് ചെയ്യാം, അതേപോലെ തന്നെ ഹൊറിസോണ്ടലിയും ഫിക്സ് ചെയ്യാവുന്നതാണ് നമ്മുടെ ഫോൺ. ഇതേപോലെ കാണിച്ചു, ഇതാ ഇങ്ങനെ ഫിക്സ് ചെയ്യാം കേട്ടോ. പിന്നെ വേർട്ടിക്കലി ആണെങ്കിൽ ഇങ്ങനെയും ഫിക്സ് ചെയ്യാം. എന്നിട്ട് ഈ ഭാഗം ഉണ്ടല്ലോ, ഇതിനെ ഓപ്പൺ ആക്കിയിട്ട് ഈ സൈഡിലത്തെ ബട്ടൺ വെച്ചിട്ടാണ് നമ്മൾ ഓപ്പൺ ആക്കണത്. ഇങ്ങനെ താഴേക്കാക്കി ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഇത് എവിടെയാണോ ഗ്യാപ്പ് ഉള്ളത് എന്ന് വെച്ചാൽ എവിടെയാണോ നമുക്ക് സാധനം ഉള്ളത്
അവിടെ ഇങ്ങനെ ഫിക്സ് ചെയ്യാമെന്ന് ഞാൻ അവിടെ ഫോട്ടോ കാണിക്കാം കേട്ടോ. അപ്പോൾ ആ ഒരു ഐഡിയ മനസ്സിലാവും. നമുക്ക് പല സ്ഥലങ്ങളിലും ട്രൈപോഡായിട്ട് വെക്കാൻ പറ്റിയെന്ന് വരില്ലല്ലോ. അപ്പം അങ്ങനെയാണെങ്കിൽ ഇത് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ ഭയങ്കര കുഞ്ഞായതുകൊണ്ട് തന്നെ കണ്ടോ ഇത്രയേ ഉള്ളൂ. അപ്പം ഇതിന് നമുക്ക് ഈസിലി കൊണ്ടുപോകാനും ഒക്കെ വളരെ നല്ലതാണ്. വീട്ടിൽ തന്നെയാണെങ്കിൽ നമ്മൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് കാണണം. അങ്ങനെയാണെങ്കിൽ മൊബൈൽ സ്റ്റാൻഡിനെക്കാട്ടിലും നല്ലതാണ് കേട്ടോ ഇത്. എനിക്ക് ഈ ചാരി വയ്ക്കുന്ന മൊബൈൽ സ്റ്റാൻഡ് ഇല്ലേ അതിനെക്കാട്ടിലും നല്ലതായിട്ട് തോന്നി. കാരണം കറക്റ്റ് ഇതേ പോണു കറക്റ്റ് നേരെ ഇങ്ങനെ വെക്കാം. അപ്പം നല്ലതായിട്ട് തോന്നിയിട്ട് 650 രൂപയാണ്. ഇതും സൂക്ഷിച്ച് ഉപയോഗിച്ചാൽ കുറേ നാൾ ഉപയോഗിക്കാം കേട്ടോ. അടുത്തത് ഈ ഒരു ട്രൈപോഡ് ഞാൻ കുറേ നാളുകളായിട്ട് യൂസ് ചെയ്യുന്നതാണ്. പക്ഷേ ഇതിന് മുന്നത്തെ എൻ്റെ കയ്യിൽ നിന്ന് പൊട്ടിയിട്ടോ. അത് ഞാൻ കുറേ വർഷം ഉപയോഗിച്ചിട്ട് തന്നെയാണ് പൊട്ടിയത്. ഇത് നല്ല ഹെൽപ്ഫുള്ളാണ്. നമുക്ക് ക്യാമറ വെക്കാനും അതേപോലെ തന്നെ ഫോൺ വെക്കാനും ഭയങ്കര നല്ലതാണ്. ഇത് കുറച്ച് നീളമുണ്ട്, ഇതേ കണ്ടോ ഇത്രയും നീളമുള്ളതാണ്. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ ഇതിൽ ബ്ലൂടൂത്ത് റിമോട്ട് ഉണ്ട് കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാവുന്നതാണ്. പക്ഷെ ഞാൻ കൂടുതലും വാച്ച് വെച്ചിട്ട് തന്നെ സെറ്റാക്കുകയാണ് ചെയ്യുക. വാച്ചിൽ എനിക്ക് കാണാൻ പറ്റുമല്ലോ. അതായത് ഐഫോൺ ആകുമ്പോൾ നമ്മുടെ ആപ്പിൾ വാച്ച് ആണെങ്കിൽ നമുക്ക് അത് വെച്ചിട്ട് കാണാൻ പറ്റും. ബാക്ക് ക്യാമറയിലാണ് എടുക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഇതാ ഇങ്ങനെ ആക്കിയിട്ട് നമ്മുടെ ഫോൺ ഇവിടെ ഓപ്പണിങ്ങിൽ വേർട്ടിക്കലി അതേപോലെ തന്നെ ഹൊറിസോണ്ടലി 2 തരത്തിലും വെക്കാവുന്നതാണ് കേട്ടോ. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ല പൊക്കം വരും കേട്ടോ. ഇവിടെ ടൈറ്റ് ചെയ്യാൻ പറ്റേ ഒരു ആളുടെ അത്ര പൊക്കം വരും കേട്ടോ. 5-5.5 ഒക്കെ ഉണ്ടാവും. കണ്ടോ നല്ലോണം നീളം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ യാത്ര പോണ സമയത്തൊക്കെ ഇത് നല്ലത്. ഇപ്പോൾ കണ്ടന്റ് ക്രിയേറ്റർ തന്നെ ആവണമെന്നൊന്നുമില്ല. നമ്മളെല്ലാവരും യാത്ര പോകുമ്പോൾ ഇപ്പോൾ ഒരുപാട് ഫോട്ടോസും വീഡിയോസും എല്ലാം എടുക്കുന്ന ആളുകളാണ്. നമുക്കത് ഒരു മെമ്മറി അല്ലേ. ഏതെങ്കിലും ഒരു കാലത്ത് ഇതൊക്കെ തിരിഞ്ഞു നോക്കുമ്പോൾ നല്ല രസമായിട്ട് നമുക്ക് തന്നെ ഫീൽ ചെയ്യും. അപ്പോൾ ഞാൻ തന്നെ എൻ്റെ പണ്ടത്തെ ഡേ ഇൻ മൈ ലൈഫ് ഒരു 6 വർഷം 7 വർഷം മുമ്പത്തൊക്കെ ഡേ ഇൻ മൈ ലൈഫ് നോക്കുമ്പോൾ എനിക്ക് നല്ല ഒരു സന്തോഷം. അത് യൂട്യൂബിൽ കിടക്കണ കാരണമാണ് കേട്ടോ നമ്മൾ നോക്കണത്. അതല്ലെങ്കിൽ ചിലപ്പോൾ ഇത്രയും ഫ്രീക്വൻ്റ് ആയിട്ട് ഞാൻ നോക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഏട്ടന് സ്ഥിരമായിട്ട് ഒരു സ്വഭാവം ഉണ്ട്. കുട്ടിയുടെ പഴയ ഫോട്ടോസ് എൻ്റെ ആണെങ്കിലും പഴയ ഫോട്ടോസൊക്കെ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് ഞങ്ങൾക്ക് തന്നെ അയച്ചു തരും. എനിക്ക് തന്നെ അയച്ചു തരും. ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ നോക്കാനൊക്കെ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഫോട്ടോസും വീഡിയോസൊക്കെ ഇങ്ങനെ എടുത്തു വയ്ക്കാൻ സൗകര്യപ്പെടുന്ന കുറച്ച് സാധനങ്ങൾ മേടിച്ചു വെച്ചാൽ നല്ലതാണ്. നമുക്ക് ഹെൽപ്ഫുൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത് വളരെ നല്ലൊരു സാധനമാണ്. നന്നായി സൂക്ഷിച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ കുറേ നാൾ നിലനിൽക്കുന്ന നല്ലൊരു സ്ട്രോങ് ട്രൈപോഡാണ്. ഇതിൽ നമുക്ക് ധൈര്യമായിട്ട് നമ്മുടെ എത്ര വിലയുള്ള ഫോണാണെങ്കിലും വെക്കാം. ഭയങ്കര ഫ്രെജൈലായിട്ടുള്ള ട്രൈപോഡ്സ് ആണെങ്കിലും നമുക്ക് ഇത്ര വില കൂടിയ ഫോൺ വെക്കുമ്പോൾ ഒരു ടെൻഷനല്ലേ. അപ്പോൾ അതുകൊണ്ട് നല്ലൊരു ട്രൈപോഡിൽ ഇൻവെസ്റ്റ് ചെയ്താൽ അടിപൊളിയാണ് കേട്ടോ. ഇതിൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കാണിക്കണം എന്ന് വിചാരിച്ച് മറന്നുപോയതാണ്. പക്ഷേ ഇത്തവണ ഞാൻ വേഗം ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഇത് ട്രാവൽ യൂണിവേഴ്സൽ അഡാപ്റ്ററാണ് കേട്ടോ. ഇത് നമുക്ക് ഇപ്പോഴല്ല യാത്ര പോണ സമയത്ത് പുറം രാജ്യത്തൊക്കെയാണ് പോണതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ചാർജർ വെക്കാൻ പറ്റുന്ന പിന്നുണ്ടായെന്ന് വരില്ല. അപ്പോൾ ഒരു യൂണിവേഴ്സലായിട്ടുള്ളൊരു ചാർജർ മേടിച്ച് വെച്ചാൽ നല്ലതാണ്. എപ്പോഴെങ്കിലും ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്ക് ഇതേപോലെ ഇങ്ങനെ കുത്തുക, നമ്മുടെ നോർമൽ ചാർജേഴ്സ് അപ്പോൾ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിപ്പോൾ ഞാൻ മറ്റേലും ഉൾപ്പെടുത്താൻ മറന്നുപോയതുകൊണ്ട് ഞാൻ കാണിക്കണമെന്നേ ഉള്ളൂ. നമ്മൾ പുറം രാജ്യത്തൊക്കെ പോകുമ്പോൾ നല്ല ഹെൽപ്ഫുള്ളാണ് കേട്ടോ. അടുത്തത് ഇതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഒന്നാണ്. ഇത് പാസ്പോർട്ട് ഒക്കെ വെക്കാനും അതേപോലെ കാർഡ്സൊക്കെ വെക്കാൻ പറ്റിയിട്ടുള്ളതാണ്. അത് മാത്രമല്ല സിം ഇടാൻ പറ്റിയിട്ടുള്ള പിന്നും 2 കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല സേഫായിട്ടിരിക്കും. ചെറുതുമാണ്, നല്ല ഹാൻഡിയാണ്. അപ്പോൾ നമ്മൾ ഫ്ലൈറ്റിലൊക്കെ പോകുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഒരു സാധനം കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ പാസ്പോർട്ട് ഇതിൽ വെക്കാം. അപ്പം നമുക്ക് ബോർഡിംഗ് പാസ് ആയിക്കഴിഞ്ഞാൽ അതും ഇതിൽ വെക്കാം. പിന്നെ ഇതിങ്ങനെ ഒന്ന് ഇട്ട് കഴിഞ്ഞാൽ അത് സെക്യൂറാണ്. നമ്മുടെ കാർഡ്സും എല്ലാം വെച്ച് കഴിഞ്ഞാൽ എനിക്കത് നല്ല കൺവീനിയൻ്റ് ആയിട്ട് തോന്നിയിട്ടോ. വെച്ചാൽ ഹാൻഡി ആയിട്ടുള്ള ബാഗിൽ ഇങ്ങനെ ചുമ്മാ ഇതിങ്ങി ഇട്ടിരുന്നാൽ മതി. അപ്പോൾ ആവശ്യമുള്ളപ്പോൾ ഇതങ്ങ് എടുത്തു കഴിഞ്ഞാൽ നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ കുറച്ച് നാളായി ഇത് തപ്പിടും. പല വിലയുടെ ഉണ്ട് കേട്ടോ. ആമസോണിലൊക്കെ നോക്കുകയാണെങ്കിൽ 1500 രൂപ മുതൽക്കുള്ളത് ഉണ്ട്. പക്ഷെ അത്രയും വേണ്ട വെച്ചിട്ട് ഇത് 500 രൂപയുടെയാണ്. പക്ഷെ നല്ല ക്വാളിറ്റി ഉണ്ട്, പാകത്തിനുള്ള വലിപ്പമാണ്, നമുക്ക് കയ്യിൽ പിടിക്കാനൊക്കെ നല്ല എളുപ്പമുണ്ട്. അപ്പോൾ കുറച്ചും കൂടി നല്ലതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. കാർഡ് വെക്കാനും പാസ്പോർട്ട് വെക്കാനും. നമ്മുടെ പല പേഴ്സ് ആണെങ്കിലും വാലറ്റ് ആണെങ്കിലും എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാസ്പോർട്ട് ചിലപ്പോൾ വെക്കാൻ പറ്റിയെന്ന് വരില്ല, അതിനുള്ള സ്പേസ് ഉണ്ടായെന്ന് വരില്ല. അപ്പം അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇത് നല്ലൊരു അടിപൊളി സംഗതിയായിട്ട് എനിക്ക് തോന്നി കേട്ടോ. അടുത്തത് ഇത് ഞാൻ കഴിഞ്ഞ തവണ കാണിക്കണമെന്ന് തന്നെ വിചാരിച്ചതാണ്. പക്ഷേ അപ്പോഴേക്കും എത്തിയിട്ടുണ്ടായിരുന്നില്ല. ഇതെങ്ങനെയാ വെച്ചാൽ നമ്മുടെ പെട്ടിയിൽ തൂക്കിയിടാൻ വേണ്ടി ഞാൻ കഴിഞ്ഞ തവണ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, പുതിയ പെട്ടി മേടിച്ചപ്പോൾ അതിലിങ്ങനെ അതിൻ്റെ പേര് എഴുതിയിട്ടുള്ളൊരു സാധനം ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടെന്നുള്ളത്. ഇത് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ് കേട്ടോ. ഇതിലിപ്പം ഈഫിൽ ടവറാണ്. നമുക്ക് ഏതാണോ ഇഷ്ടമുള്ളത് അതിൽ നോക്കിയിട്ടൊരു 10-30 മിനിയേച്ചർ സാധനങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ഇഷ്ടമുള്ളത് നോക്കി നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അതും നമ്മുടെ പേര് അതിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ അവർ
കസ്റ്റമൈസ് ചെയ്ത് തരും. 400 രൂപയാണ്. അത് മാത്രമല്ല ഇതിങ്ങനെ ഓപ്പൺ ചെയ്താൽ ഇതിൽ നമ്മുടെ പേരും അഡ്രസ്സൊക്കെ എഴുതിയിട്ട് നമുക്ക് പെട്ടിയിൽ ഹാങ് ചെയ്തിടാവുന്നതാണ്. 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, നമുക്ക് ഇൻ കേസ് മിസ്സായി പോവുകയാണെങ്കിൽ കണ്ടുപിടിക്കാനുള്ള ഒരു എളുപ്പത്തിന് ആരുടെയെങ്കിലും കയ്യിൽ കിട്ടുകയാണെങ്കിൽ നമുക്ക് തിരിച്ചു കിട്ടാൻ എളുപ്പമുണ്ട്. അത് മാത്രമല്ല നമ്മുടെ പെട്ടിയാന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് ഇത് കുറച്ചും കൂടി നല്ലതാണ് കേട്ടോ. അതേപോലെ തന്നെയുള്ളത് ഇത് വിലക്കുറവിൻ്റെയാണ്. ഇത് കസ്റ്റമൈസ് ചെയ്യുന്ന അങ്ങനെയൊന്നുമല്ല. ഇതിനൊരു 2 എണ്ണത്തിന് 80 രൂപയാണ് കേട്ടോ. കുറച്ച് നല്ല കട്ടിയുള്ളതാണ്. നമ്മുടെ ഹാൻഡ് ബാഗിലാണെങ്കിലും അതെല്ലാം ലൈക്ക് ചെക്ക് ഇൻ ബാഗ്, ക്യാബിൻ ബാഗിലൊക്കെ ഇതേപോലെ തൂക്കിയിട്ട് നമ്മുടെ പേരും കോൺടാക്ട് നമ്പറൊക്കെ എഴുതി കഴിഞ്ഞാൽ സേഫാണ് കേട്ടോ. എനിക്കിത് നല്ലോണം ഇഷ്ടപ്പെട്ടു. എന്നെപ്പോലെയുള്ളവർക്ക് ഇത് നല്ല ഹെൽപ്ഫുള്ളാണ് കേട്ടോ. അടുത്തത്, ഇത് ട്രാവൽ ചെയ്യുമ്പോൾ മാത്രമല്ല കേട്ടോ, നമുക്ക് അല്ലാണ്ടെയും നല്ല ഹെൽപ്ഫുൾ ആയിട്ടുള്ളതാണ് ഈ സിപ്പ് ലോക്ക് പൗച്ചസ് ഇല്ലേ. ഇത് ഞാൻ ഇതിന് മുന്നും കാണിച്ചിട്ടുള്ളത്. പണ്ട് എൻ്റെ കയ്യിൽ കുറച്ചധികം ഉണ്ടായിരുന്നു. അത് വെച്ചിട്ടാണ് ഞാൻ കമ്മലും വളയും മാലയും ഒക്കെ ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ കുറച്ച് പുതിയത് വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഇതാ കുറച്ചെണ്ണം കൂടി മേടിക്കുക എന്നുള്ളത്. ഇത് 3 ടൈപ്പ് ഓഫ് വലിപ്പത്തിലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനത്തത് ഉണ്ടെങ്കിൽ നമ്മുടെ വള, മാല, കമ്മൽ അതിങ്ങനെ ഓർഗനൈസ് ചെയ്തിട്ട് കമ്മലും മാലയും കൂടി ഒരു പൗച്ചിൽ അങ്ങനെ കറക്റ്റായിട്ട് ഇട്ട് വെക്കാം. ഇനി അതല്ല വേറെ എന്തെങ്കിലും തന്നെയാണെങ്കിലും നമുക്ക് അടുക്കളയിലത്തെ സാധനങ്ങൾ അത്യാവശ്യം ഓർഗനൈസ് ചെയ്ത് വെക്കാം. അതും നമുക്ക് പറ്റും. എന്ത് തന്നെ ആയിക്കോട്ടെ നല്ല ഹെൽപ്ഫുള്ളായിട്ട് തോന്നിയിട്ട്. ഇത് കുറച്ചധികം ഉണ്ട്. സിപ്പ് ലോക്ക് പൗച്ചസ് നമുക്ക് അറിയാലോ പലതരത്തിൽ യൂസ് ചെയ്യാനുള്ള, പല വലിപ്പത്തിൽ 3 വലിപ്പത്തിലാണ് ഇവിടെ വരുന്നത്. ഞാനിതിപ്പോൾ മെയിനായിട്ട് മേടിച്ചിരിക്കുന്നത് ഇങ്ങനെ മാലയും കമ്മലും ഓർഗനൈസ് ചെയ്യാനും, അതേപോലെ തന്നെ യാത്ര പോകുമ്പോൾ നമുക്ക് ഇങ്ങനെ കുഞ്ഞു സംഗതികളുണ്ടാവും. കുറച്ച് സേഫ്റ്റി പിൻസ് ആയിട്ടും അല്ലെങ്കിൽ കുറച്ച് ഈർക്കിളി സ്ലൈഡ്, ഇതെല്ലാം ഡബ്ബകളിലാക്കുമ്പോൾ നമ്മൾ ഒരുപാട് സ്പേസ് പോകും. അതിന് പകരം ഇങ്ങനത്തെ കുഞ്ഞു സിപ്പ് ലോക്ക് പൗച്ചസിലാക്കുകയാണെങ്കിൽ ഇത് നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടോ. അടിപൊളിയാണ്. ഇത് എന്തായാലും മേടിച്ചു വെച്ചല്ലോ. അധികം വിലയും ഇല്ല കേട്ടോ, കുറേ കിട്ടുകയും ചെയ്യും. നമുക്ക് കുറേ സാധനങ്ങൾ നല്ല വൃത്തിക്ക് ഓർഗനൈസ് ചെയ്ത് ഇങ്ങനെ ഇരുന്നോളൂ. ഇത് അങ്ങനെ പെട്ടെന്ന് കേട് വരുമൊന്നുമില്ലല്ലോ. അപ്പോൾ ആ രീതിക്ക് ഇത് നല്ലതാണ്. ഇപ്പോൾ ഈ മാലയും കമ്മലൊക്കെ ആണെങ്കിൽ ഓർഗനൈസ് ചെയ്യുമ്പോൾ എന്താ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് കണ്ടുപിടിക്കാനും എളുപ്പമാണ്. അത് മാത്രമല്ല ഈ കാറ്റൊക്കെ ഇങ്ങനെ, അതായത് പുറത്തെ അറ്റ്മോസ്ഫിയറിൽ നമ്മളിങ്ങനെ വളയും മാലയും കമ്മലൊക്കെ ഇങ്ങനെ തുറന്ന് വെക്കുമ്പോൾ പെട്ടെന്നത് ഒടിഞ്ഞു പോകും. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസമാണ് നവരാത്രിക്ക് വേണ്ടിയിട്ട് വെള്ളി എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഓക്സിഡൈസ്ഡ് ജ്വല്ലറി ഇല്ലേ അതെടുത്തിട്ടുണ്ടായിരുന്നു. കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാൻ ഓക്സിഡൈസ്ഡ് ജ്വല്ലറി എടുത്ത പാടെ ഒരെണ്ണം പൊട്ടിപ്പോയി. കാരണം അത്രയും നാൾ കുറച്ച് ഓപ്പൺ സ്പേസിൽ ഇങ്ങനെ ഒരു ഓപ്പൺ ഡബ്ബയിൽ ഇങ്ങനെ ഇട്ട് വെക്കുക ചെയ്തത്, കറക്റ്റായിട്ട് അടച്ചു വെച്ചിരുന്നില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഓപ്പൺ സ്പേസിൽ വെക്കുന്ന കാരണം അത് പെട്ടെന്ന് നശിച്ചു പോയി. അപ്പോൾ ഇതിനകത്ത് ഇട്ട് വെക്കുകയാണെങ്കിൽ കുറേ കൂടി നാളത് നിൽക്കുമല്ലോ. ആ രീതിക്ക് ഇത് നല്ലതാണ്. പിന്നെ ഈ ഒരു ബാഗ്, ഇത് ഞാൻ കുറേ നാളായിട്ട് മേടിക്കണം എന്ന് വിചാരിച്ചിട്ടുള്ള ബാഗാണ് കേട്ടോ. ഇതെന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ ഈ ഉടുപ്പിൻ്റെ ഒപ്പം നന്നായിട്ട് ചേരുന്നുണ്ടല്ലോ ഇത്. അപ്പോൾ നമുക്ക് യാത്രയൊക്കെ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നല്ല സൗകര്യം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിനകത്ത് ഇങ്ങനെ പാസ്പോർട്ടിൻ്റെ ഇതിട്ട്, ഇത് കൊള്ളില്ല ദൈവമേ, കൊള്ളും, ഇങ്ങനെ അടച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും എടുക്കാനും അതേപോലെ തന്നെ എടുത്ത് വെക്കാനൊക്കെ കൺവീനിയൻ്റ് ആണല്ലോ. ഇങ്ങനെ ഒരെണ്ണം ഉണ്ടെങ്കിൽ ഹാൻഡ് ബാഗിൽ തന്നെ എല്ലാം കൂട്ടി ഒരുമിച്ചിടുമ്പോൾ എനിക്ക് ആ സമയത്ത് ഒരു തപ്പലും തരില്ല. അപ്പം ഹാൻഡ് ബാഗ് കൂടാണ്ട് എക്സ്ട്രാ ഈ ഒരു സാധനം ഉണ്ടെങ്കിൽ നല്ലതാണ്. ഇതങ്ങനെ അല്ലെങ്കിൽ നമുക്കിങ്ങനെ ഹിപ്പിലിങ്ങനെ കെട്ടി വെക്കാം. നമ്മളിങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് കുറേ കൂടി നമുക്ക് കൺവീനിയൻ്റ് ആയിട്ട് ഇതിനെ യൂസ് ചെയ്യാവുന്നതാണ്. ഇതിങ്ങനെ ടൈറ്റ് ചെയ്യണം കേട്ടോ. ഇങ്ങനെ ആക്കിയിട്ട് ഇതേപോലെ ഇങ്ങനെ ആക്കിയിട്ട് നമ്മൾ ടൈറ്റ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ആക്കിയാൽ ഇതിങ്ങനെ ഹിപ്പിലിങ്ങനെ ഇരിക്കും. ഇങ്ങനെ കുറേ പിള്ളേർ ഇങ്ങനെ സ്റ്റൈൽ ചെയ്യണ കണ്ടിട്ടുണ്ട്. അപ്പം സ്റ്റൈലിന് വേണ്ടിയിട്ടല്ല, മെയിനായിട്ട് എനിക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ സാധനങ്ങൾ കൊണ്ടുവരികയും ചെയ്യാമല്ലോ, എപ്പോഴും നമുക്ക് എടുക്കാൻ എളുപ്പമുണ്ടാവുമല്ലോ എന്നുള്ള രീതിക്കാണ് കേട്ടോ ഞാനിത് ഇങ്ങനെ ഒരെണ്ണം മേടിച്ചത്. അത്ര വിലയില്ല കേട്ടോ, 500 to 600 രൂപയുടെ ഇടയ്ക്കാന്ന് തോന്നുന്നു ഇതിൻ്റെ വിലയുള്ളത്. ചെറുതാണ് പക്ഷെ നല്ല കൺവീനിയൻ്റാണ്. ഇനി അങ്ങനെ അല്ലെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ഹാൻഡ് ബാഗ് പോലെ ഇങ്ങനെ ഹാൻഡ് ബാഗിനെക്കാട്ടും കൂടുതൽ ഇങ്ങനത്തെ ക്രോസ് ബാഗായിട്ട് ഇട്ടാലും നല്ലതാണ് കേട്ടോ. അടുത്തത് ഇങ്ങനത്തെ ഒരു മാക്രമേ ടൈപ്പ് ബാഗാണ് കേട്ടോ. ഞാൻ കുറച്ചുകൂടി വലുതായിരുന്നു പ്രതീക്ഷിച്ചത്, പക്ഷേ അല്ല, കുറച്ച് ചെറുതാണ്. അത് മാത്രമല്ല കുറച്ച് കനമുണ്ട്. ഞാൻ ഒരു യാത്ര പോകുന്നുണ്ട്, അതിനാണ് കേട്ടോ മെയിനായിട്ട് മേടിച്ചത്. പക്ഷെ ഇത് എത്ര കണ്ട് ഉപകരിക്കുമെന്ന് എനിക്കറിയില്ല. ബാഗ് ഇഷ്ടമായതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇത് വെക്കാം, യാത്ര പോകുന്ന സമയത്തൊക്കെ നല്ലതാണ്. കുറച്ചൊരു ഗോവ വൈബ് ഉണ്ട് അല്ലേ. എപ്പോഴെങ്കിലും ഇപ്പം അടുത്ത തവണ ഗോവയിലൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു ബീച്ച് ഡെസ്റ്റിനേഷനിലൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു. അതല്ല നമുക്കൊരു കാഷ്വലി പുറത്തേക്കൊക്കെ പോകുമ്പോൾ ചെറിയ ഷോപ്പിങ്ങും അങ്ങനെയൊക്കെ ആണെങ്കിൽ ഇങ്ങനത്തെ ബാഗ് ഇഷ്ടമാണെങ്കിൽ ഇത് നല്ലതാണ് കേട്ടോ. വൈറ്റാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുവിധം എല്ലാത്തിൻ്റെ ഒപ്പം സ്റ്റൈൽ ചെയ്യാം. ജീൻസ് ടോപ്പൊക്കെ ഈവൻ സൽവാർ ആണെങ്കിലും നമുക്കിത് യൂസ് ചെയ്യാവുന്നൊരു സിമ്പിൾ ബാഗാണ് കേട്ടോ ഇത്.
അടുത്തത് ഒരു കുട്ടി ഓർഗനൈസറാണ്. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനെ ഓപ്പൺ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ 4-5 കള്ളികളുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ടോയ്ലറ്ററീസൊക്കെ വെക്കാനായിട്ട് നല്ലതാണ്. വാട്ടർ പ്രൂഫാണ്. അപ്പോൾ നമുക്ക് ബ്രഷും പേസ്റ്റും നമ്മുടെ ഷാംപൂ കണ്ടീഷണർ അങ്ങനെയൊക്കെ വേണമെങ്കിൽ ട്രാവൽ ചെയ്യുന്ന സമയത്ത് കുട്ടി കുട്ടി ബോട്ടിൽസിലാക്കിയിട്ട് ഇതിലിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നല്ലതാണ് കേട്ടോ. നല്ല കൺവീനിയൻ്റ് ആണ്. അപ്പോൾ ഇതും നല്ലൊരു ഓർഗനൈസറാണ് കേട്ടോ. ട്രാവൽ ചെയ്യുന്ന സമയത്തൊക്കെ ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. ആവശ്യത്തിലുള്ള സാധനങ്ങൾ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇത് കുറച്ചൊന്ന് ബൾക്കി ആവും കേട്ടോ, കുറച്ചൊന്ന് വലുതാവും. പിന്നെ വാട്ടർ പ്രൂഫാണ്. നമുക്ക് നമ്മുടെ ബാത്റൂമിൽ വെക്കാനും ഇത് നല്ലതാണ്. പക്ഷെ തൂക്കിയിടാനുള്ള ഓപ്ഷൻ ഇല്ല കേട്ടോ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അത്യാവശ്യം തൂക്കിയിടാനുള്ള ഓപ്ഷൻ ഉള്ളതൊക്കെയാണ് കാണിച്ചത്. സിമ്പിളായിട്ട് ട്രാവൽ ചെയ്യുമ്പോൾ കൊണ്ടുപോകാൻ പറ്റിയിട്ടുള്ള ഒന്നാണ്. ഇതിൽ വേറൊരു ഗുണം എന്താണെന്നറിയോ, ഇതിലത്തെ ഈ ഓരോ കളങ്ങളില്ലേ നമുക്ക് എടുക്കാം പുറത്തേക്ക്. അപ്പോൾ നമുക്കിത് ഇൻഡിവിജ്വലി യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം കേട്ടോ. അത് നല്ലതായിട്ട് എനിക്ക് തോന്നി. ജസ്റ്റ് ഇതിൻ്റെ പിന്നിൽ വെൽക്രോ ഉണ്ടെന്നുള്ള ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. അതിൻ്റെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇൻഡിവിജ്വലി നമുക്ക് ഈ പൗച്ചസ് യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം, അല്ല ഇതിൽ വെച്ചിട്ട് ആസ് ഓർഗനൈസർ യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. അതാണ് നമ്മുടെ ഇന്നത്തെ കുട്ടി ഓർഗനൈസർ കുറച്ച് ഗാഡ്ജറ്റ്സ് എന്ന് പറയാൻ പറ്റില്ല അല്ലേ, പിന്നെ ഇപ്പോൾ എന്താ പേര് പറയാം, കുറച്ച് ഹെൽപ്ഫുൾ ആയിട്ടുള്ള സാധനങ്ങളുടെ വീഡിയോ കേട്ടോ. ഞാൻ കുറച്ചധികം നാളായിട്ട് യൂസ് ചെയ്യണതാണ്. അപ്പോൾ ഞാനിങ്ങനെ നോക്കി ഏതാ നല്ലത് നോക്കിയിട്ട് അങ്ങനെ പെറുക്കിക്കൂട്ടി എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ലിങ്ക്സ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം, ചെക്ക് ചെയ്ത് നോക്കൂ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇതിലേതെങ്കിലും പ്രോഡക്റ്റ്സ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് എന്താ അഭിപ്രായം എന്നുള്ളത് എന്തായാലും കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ, ബൈ.